ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓൺ ക്യാമറ ഇൻട്രോ പറയുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അബുദാബി സംഹയിലുള്ള ഒരു ഇൻഡോർ ഫാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. നമ്മുടെ UAE ചൂടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇതൊരു ഇൻഡോർ ഫാമാണ് കേട്ടോ. അതും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. ഗ്രീൻ ഹൗസ്, ഗ്ലാസ് ഹൗസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ നെയിം അൽ സമീഹ് ഫാംസ് എന്നാണ് കേട്ടോ. ഈ ഗ്രീൻ ഹൗസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അബുദാബിയിലെ അൽ സംഹയിലാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നിറയെ മാങ്ങയുള്ള ഈ മാവ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. ഫാമിന്റെ അകത്ത് മാത്രമല്ല പുറത്തും നല്ലൊരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെയാണ് കേട്ടോ. വീൽ ചെയർ ഫെസിലിറ്റിയും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ വേറൊരു കാര്യം, ഇത്ര നല്ലൊരു സ്പോട്ടായിട്ടും ഇവിടേക്ക് അവർ എൻട്രി ഫീ ഒന്നും ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ചൂടത്ത് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഒട്ടും ബോറടിക്കാതെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതൊരു ഫാമാണെന്ന് നമ്മൾ ഓർക്കില്ല. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഈ കാണുന്നത് പാഷൻ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ. അതവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നിറയെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആദ്യം ഇത് അകലെന്ന് കണ്ടപ്പോൾ ഞാൻ പേരയ്ക്കാന്നാ വിചാരിച്ചത്. പക്ഷെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് നാരങ്ങയാണ് കേട്ടോ. ഈ പാഷൻ ഫ്രൂട്ട് പടർത്തിയ ഷെഡ്സ് അവരവിടെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് മരങ്ങളും ചെടികളും അവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാം തൈകൾ ഇവിടെ ഉണ്ടെങ്കിലും ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതൊന്നും ഇവർ സെയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊരു വാഴത്തോപ്പിൽ വന്ന ഫീലാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ശരിക്കും ഇതൊരു ഫാമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. ദേ ഇവിടെ പപ്പായ കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓമക്കായ എന്നാ പറയാ. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന ഫ്രണ്ട് ഇത് കണ്ട് ഹായ് കർമൂസ എന്ന് പറഞ്ഞപ്പോൾ ഇത് മൂസ എന്നുള്ള ലെവലിൽ ഞാനും ഒക്കെ അന്തം വിട്ടു പോയിട്ടോ. ഇതിന്റെ പല സൈസിലുള്ള തൈകൾ ഇവിടെ ഉണ്ട്. ബട്ട് സങ്കടം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ള ചെടികളുടെ തൈകളും അവരിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ചെടികളൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ അവരിതൊന്നും സെയിൽ ചെയ്യാത്തതിൽ എനിക്ക് സങ്കടം തോന്നിയത്. ഇതിനിടയിലായിട്ട് അവരൊത്തിരി സീറ്റിംഗ് ഏരിയകളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ. ഈ മരങ്ങളുടെ ഇടയിലൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
വാഴത്തോപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് പൈനാപ്പിൾ ചെടികളും ഉണ്ട്, അത് കായ്ച്ചു നിൽക്കുന്നുമുണ്ട്. സപ്പോട്ട മരങ്ങൾ ഇങ്ങനെ നിറയെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഗ്രേപ്പ് വൈൻസും ഉണ്ട് കേട്ടോ. ഈ വലിയ നാരങ്ങക്ക് ഞങ്ങൾ വടുവപ്പുളി എന്നാ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് സെക്ഷനിൽ പറയണേ. ഈ കാണുന്നത് പേർപ്പിൾ കളറിലുള്ള ക്യാബേജ് ആണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് നേരിട്ട് കാണാൻ. മൾബറി ചെടികളാണ് കേട്ടോ ഈ കാണുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രേപ്പ് വൈൻസും പടർത്തി വിട്ടിട്ടുണ്ട്. ഈ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. മക്കൾക്കും ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. UAE-ലുള്ളവർക്ക് ഈ സമ്മറിന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ ഗ്രീൻ ഹൗസിന്റെ പുറത്തുള്ള ആംബിയൻസും ഒരു രക്ഷയില്ല കേട്ടോ. പുറത്ത് പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ അവർ ചെറിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സീറ്റിംഗ് ഏരിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് ചെയ്തത്. അതെന്തായാലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.